ജോണേട്ടാ, സന്തോഷ് ജോർജ് കുളങ്ങര മലയാളത്തിൻ്റെ സാംസ്കാരിക മേഖലയിൽ വളരെയധികം സ്വാധീനം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മലയാളിയുടെ സംസ്കാരത്തെക്കുറിച്ച് പുള്ളി എപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കും. പ്രധാനമായിട്ടും മലയാളികൾക്ക് സംസ്കാരമില്ല എന്നുള്ളതാണ് പുള്ളിയുടെ ക്ലാസ്സിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം പുറത്ത് പോകുമ്പോൾ ബിഹേവ് ചെയ്യാനുള്ള രീതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി വിമർശനാത്മകമായിട്ട് സമീപിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള പല ആൾക്കാർക്ക് സന്തോഷ് ജോർജ് കുളങ്ങരയോട് ഭയങ്കരമായിട്ടുള്ള എതിർപ്പുമുണ്ട്. ഇതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു വിമർശനം നടത്തി. ആ വിമർശനം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചാണ്. ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ മുഴുവൻ കിഴങ്ങന്മാരാണ്. ഇത് എക്സാക്ട് ഇതേ വാക്കാണ് ഉദ്ദേശിച്ച പുള്ളി. കിഴങ്ങന്മാരാണെന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. പുള്ളിയുടെ മകൾ ഇവിടെ കൊടൈക്കനാൽ ഇൻ്റർനാഷണൽ കോളേജിൽ IB സിലബസ് പഠിച്ചിട്ട് ഇവിടെ ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ അഡ്മിഷന് വേണ്ടി വന്നപ്പോൾ ഈ IB സിലബസ് പഠിച്ച കുട്ടി പഠിച്ച ഒരു വർഷം കഴിഞ്ഞപ്പോൾ IB പഠിച്ച കുട്ടിക്ക് ഇവിടെ ഇവിടെ ഇത് കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ ഒരു നിലനിൽപ്പില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തി. അതുകൊണ്ട് വളരെ രോഷാകുലനായിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര പ്രതികരിച്ചത്. അപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഈ പ്രതികരണത്തോട് ജോണേട്ടൻ യോജിക്കുന്നുണ്ടോ? ചേട്ടൻ്റെ ഒരു നിലപാട് ഇതിൽ എന്താണ്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊളിച്ചെഴുതേണ്ട കാലമായോ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ മുഴുവൻ കിഴങ്ങന്മാരാണ്? അവസാനത്തെ ചോദ്യം ഇഷ്ടപ്പെട്ട്. അതായത് വിദ്യാഭ്യാസ സമ്പ്രദായം കാലാനുസൃതമായി പൊളിച്ചെഴുതണം. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം പണ്ടൊരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കോഴ്സ് പഠിക്കാൻ പോയി. അത് ഈ വളരെ പ്രഗത്ഭനായ ഒരാളുടെ ഒരു ക്ലാസ് കേട്ടിട്ടാണ് BSc മെട്രിക്കുലേഷൻ അങ്ങനെ അല്ല ആ തരത്തിലുള്ള ഒരു സംഭവമാണ്. എനിക്കത് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നത്. അന്നങ്ങാണ്ട് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇങ്ങനൊരു കോഴ്സുണ്ട്, സ്കോപ്പുള്ള കോഴ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം അത് പഠിക്കാനായി പോയി. പക്ഷെ പഠിക്കാൻ പോയി ഇദ്ദേഹം പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആ കോഴ്സ് പിന്നെ ഇല്ലാതായി. അപ്പോൾ ആ കോഴ്സിന് പിന്നെ സ്കോപ്പില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാമാണ് നമ്മൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് വാസ്തവമാണ്. അത് ആ കുട്ടിയുടെ ഒരു വർഷം ഇല്ലാതായി. പിന്നെ ആ കുട്ടിയെ ബാംഗ്ലൂർ കൊണ്ടുപോയി അവർ അഡ്മിഷൻ കൊടുത്തു. ഇതിനകത്തൊരു കഥ അദ്ദേഹം പറയുന്നത്, ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ പിതാവ് സ്ഥാപിച്ച സ്കൂളിൽ തന്നെയാണ് ആ കുട്ടി പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടി തന്നെ, അപ്പോൾ അവൾക്ക് നല്ല മാർക്കുണ്ട്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട്, സന്തോഷ് ജോർജ് കുളങ്ങരയോട് പറയുന്നുണ്ട്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ മാർക്കെല്ലാം കിട്ടുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് വേറെ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റൊരു സ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് കൊടൈക്കനാലിൽ പോയി പഠിക്കുന്നു. അവിടെയാണ് ഈ IB സിലബസ് പഠിച്ചിട്ടാണ് അഡ്മിഷന് വേണ്ടിയിട്ട് MG യൂണിവേഴ്സിറ്റി ചെല്ലുന്നത്. അവർ കുറച്ച് ആൾ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പറയുന്നു ഇങ്ങനൊരു കോഴ്സ് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകുന്നു. അവർ ആ ഒരു വർഷം കൂടെ അത് കൂടെ ചേർത്തിട്ട്, ഇപ്പോൾ ഒരു വർഷം പോയല്ലോ, പക്ഷെ അതിനെ ചേർത്തിട്ട് തന്നെയാണ് അവർ അവിടെ പഠിപ്പിച്ച് ഈ കുട്ടിയെ നല്ല മാർക്കോട് കോമ്പൻസേറ്റ് ചെയ്ത് നല്ല മാർക്കോടുകൂടി ഈ കൊച്ച് പഠിച്ച് ഇറങ്ങുന്നത്. അപ്പോൾ IB എന്താണെന്ന് അറിയാത്ത കിഴങ്ങന്മാരാണ് യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്നത്. യുവന്മാരാണോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ മികവുറ്റതാക്കാൻ പോകുന്നത് എന്നാണ് ഈ അവിടുത്തെ പഴയ ഒരു മുൻ VC സാബു തോമസ്, MG യൂണിവേഴ്സിറ്റിയുടെ മുൻ VC, അയാളെ സ്റ്റേജിലിരുത്തിയിട്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചോദിക്കുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കുള്ള പ്രത്യേകത നമ്മൾ മറ്റ് ഈ പല ആളുകളും സംസാരിക്കുന്ന പോലെയല്ല. ഇപ്പോൾ ഈ നമ്മുടെ ഒരു സിനിമ സംവിധായകനുള്ള ഒരു പടമൊക്കെ എടുത്ത ആൾ, എന്താണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുള്ള ഒരാളുണ്ടല്ലോ, എല്ലാവരുടെയും കുറ്റം പറയുന്ന ഒരാളുണ്ടല്ലോ, പേര് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരാളാണ്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ്റെ സംവിധായകനാണ്. അല്ല, നമ്മൾ ഒറ്റപ്പടം മാത്രം എടുത്ത സിനിമ മാത്രം എടുത്ത ആരാണ്? അദ്ദേഹം എല്ലാവരെയും കുറ്റം പറയും. ഇപ്പോൾ അഴുക്ക ചെറുക്കൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെ ഈ പുള്ളിയൊക്കെ വന്ന് പറയുന്നത് പോലെ അല്ല സന്തോഷ് ജോർജ് കുളങ്ങര വന്ന് പറയുമ്പോൾ കേൾക്കാനിരിക്കുന്നത് മുഴുവൻ ചെറുപ്പക്കാരാണ്. അതാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞാൽ കേൾക്കാനിരിക്കുന്ന ഓഡിയൻസും സന്തോഷ് ജോർജ് കുളങ്ങര വന്ന് പറയുമ്പോൾ കേൾക്കാനിരിക്കുന്ന ഓഡിയൻസും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ഏജ് ഡിഫറൻസ് ഉണ്ട്. പുതിയ കാലത്തെ കുട്ടികളാണ് സന്തോഷ് ജോർജ് കുളങ്ങരയെ. ശാന്തിവിളയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആൾക്കാരെല്ലാം തൈക്കളവന്മാരാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അങ്ങനല്ല, ശാന്തിവിളയുടെ ഒരു ശാന്തിവിള ദിനേശിനെ കുറ്റം പറയരുത്. ദിനേശിനെ കുറ്റം പറഞ്ഞാൽ ജോണേട്ടന്റെ വിളയിലോട്ട് ശാന്തിവിള വെട്ടിക്കിളി ആക്രമണം നടത്തും. അതൊരു നേരം പോക്കിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അത് ഗോസിപ്പാണ്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിലെ അദ്ദേഹം ഒരു ക്യാമറയുമായിട്ട് മലയാളി ലോകം കണ്ടിട്ടില്ലാത്ത ആ കാലത്ത് അദ്ദേഹം ലോകമെമ്പാടും പോയി
അതിനെക്കുറിച്ച് പഠിക്കുകയും പുള്ളിയെ ഫോളോ ചെയ്യാറുണ്ടല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി 1999 പുള്ളി ആദ്യമായിട്ട് നേപ്പാളിലോട്ട് പോകുന്നത്. അന്ന് ചേട്ടാ ഒരു കാര്യം ചോദിക്കണം, അന്ന് നേപ്പാളിലോട്ട് പോകുമ്പോൾ അന്ന് ഗൂഗിൾ മാപ്പ് ഇല്ല, ഒന്നുമില്ല, ഹോട്ടൽ ബുക്കിംഗ് സംവിധാനങ്ങളില്ല. അവിടെ ചെന്നിട്ട് വേണം ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാൻ. ഇന്നാണെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ്, bookings.com എല്ലാം ഇവിടെ നിന്ന് ബുക്ക് ചെയ്ത് അവിടെ എല്ലാം സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ചെന്നിറങ്ങുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന ആളെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു ടെറൈനിലോട്ട് നമ്മൾ പോകുമ്പോൾ ആ സമയത്ത് ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബാഹുബലി ക്യാമറയാണ്. ഇന്നത്തെ പോലെയല്ല ക്യാമറ അല്ല, ആ ക്യാമറയും കൊണ്ട് പുള്ളി പോകണം. ഈ കെനിയ, ആഫ്രിക്ക എന്ന് പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ, പിടിച്ചു പറിച്ചുകൊണ്ട് പോയി ആൾക്കാരെ കൊന്നു പിടിച്ചോ. പുള്ളിയുടെ ആ ഒരു മനോധൈര്യം ഉണ്ടല്ലോ. അപ്പൊ അതിനാണ് മലയാളികൾ സത്യം പറഞ്ഞ സല്യൂട്ട് ചെയ്യുന്നത്. അതെ, അത് മാത്രമല്ല ഇദ്ദേഹം, ഞാനിപ്പോൾ പല രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളന്നേരം ചിന്തിക്കുകയോ നമ്മുടെ സ്ഥലത്ത് ഇങ്ങനെയൊന്നും ഇല്ലല്ലോ, നമുക്ക് ഇങ്ങനെ ആയാൽ നന്നായിരിക്കും, ഇതെന്താ ഇവിടെ അതിനേക്കാൾ സാധ്യതകൾ ഉണ്ടായിട്ട് അതെന്താണ് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇതേ ചിന്ത തന്നെയാണ് അദ്ദേഹം ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നത്. അതൊരു നെഗറ്റീവ് അല്ല, അദ്ദേഹം പോസിറ്റീവായിട്ടാണ് ചെയ്തത്. അതിപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ ഗൾഫിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ചോദിച്ചു നോക്കിയാൽ മതി. അവിടെയുള്ള സംവിധാനങ്ങൾ ഇവിടെയും വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒട്ടേറെ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഒരു മാലിന്യ ഒരു സംസ്കാരം, ഇപ്പം ഞാനൊരു പ്രാവശ്യം ഗൾഫിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയിട്ടപ്പോൾ എനിക്ക് ചായ കൊണ്ട് തന്നു. ഞാൻ ഈ കപ്പ് എടുത്തിട്ട് നമ്മുടെ രീതി വെച്ചിട്ട് നമ്മൾ റോഡിലോട്ടാണല്ലോ ഇടുന്നത്. നമ്മൾ പിടിച്ചിട്ട് ഇടാൻ നേരത്ത് ഒരാൾ ഓടി വന്നേരം പിടിച്ചിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇടല്ലേ, 10,000 രൂപ നിങ്ങളുടെ അങ്ങ് പോവും, 500 രൂപയാണ് ഫൈൻ. 500 എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ 10,000 രൂപ നിങ്ങളുടെ പോവും. അതാണ്ട് അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടിടാൻ പറഞ്ഞു. ഇവിടെ നമ്മൾ അത് ഇപ്പോഴും ശീലിച്ചിട്ടില്ല. ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി, അവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടിടുന്നത്. അല്ല, വേറൊരു കാര്യം, ഇവിടെ ഇപ്പോൾ മാലിന്യം റോഡിൽ തുപ്പിയ 10,000, മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 എന്ന് പറഞ്ഞ പിഴ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി പോകും. പിന്നെ ചാനൽ ചർച്ചയായി, തെറിവിളിയായി, ബഹളമായി, അത് കൊണ്ടുവന്ന മന്ത്രിയുടെ ഭൂതകാലം ചെകയിലായി, അതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ഈ ലോകമെല്ലാം പോയി കണ്ട് മനസ്സിലാക്കി യാത്ര ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും, അറിവ് വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നത്. പല മനുഷ്യരെ കാണുന്നു, പല നാട് കാണുന്നു, പല സംസ്കാരം അറിയാൻ പറ്റുന്നു, ഭാഷ, പിന്നെ ഭക്ഷണ രീതികൾ, വേഷം. ഇത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞ ഒരു വട്ടത്തിനകത്ത് കിടന്നിട്ട് എല്ലാ ദിവസവും ഒരേ ആളുകളെ കാണുന്നു. ശാന്തിവിള ദിനേശിൻ്റെ വീഡിയോ കാണുന്നു, സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ കാണുന്നു. ഇതിനപ്പുറത്തേക്ക് മോശമാണെന്നല്ല, സന്തോഷ് പണ്ഡിറ്റ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിന് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന നമുക്കറിയാമല്ലോ, പലപ്പോഴും ഇപ്പോൾ ഈ VC-മാർ തന്നെ, വൈസ് ചാൻസലർമാർ തന്നെ എത്രയോ പേരെയാണ് കോടതി വഴി ഗവർണർ ഇടപെടുന്നു, കോടതിയിൽ പോകുന്നു, അവിടെ തന്നെ യുദ്ധക്കളമാണ്. അപ്പോൾ കൃത്യമായി ഒരാളെ കൊണ്ടിരുത്താനുള്ള സംവിധാനം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാമല്ലോ, പ്രബന്ധങ്ങൾ വയ്ക്കുന്ന ആൾക്കാർ പോലും, ചിന്താ ജെറോമിൻ്റെ കേസൊക്കെ നമുക്കറിയാമല്ലോ, വൈലോപ്പള്ളിയുടെ വാഴക്കൊല എന്നൊക്കെ എഴുതിയ ആൾക്കാർക്കൊക്കെയാണ് പ്രബന്ധം കിട്ടുന്നത്. വേറൊരു കാര്യമുണ്ട്, ഈ അന്ന് PhD എടുത്ത ആൾക്കാരെ ഇവിടെ മലയാളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് പല തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരുണ്ടല്ലോ. ഈ സുനിൽ പി ഇളയിടത്തിനെ പോലെ എടുത്ത ആൾക്കാരെടുത്ത PhDക്ക് ചോദ്യം എന്ന് പറഞ്ഞാൽ അത് സംശയമുനയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അയാൾ കുത്തിഞ്ഞു പിടിച്ച് മേടിച്ചു എന്നാണ് വിവരാവകാശ രേഖയിൽ പുറത്തു വന്നു. നമ്മുടെ ABC-യിൽ ജയശങ്കർ സാർ എന്ന് പറഞ്ഞൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇവരുടെ കയ്യിലായതിൻ്റെ കുഴപ്പമാണ്, മനസ്സിലായില്ലേ? ഇവർ മൊത്തത്തിൽ, എന്നാൽ ഇവർക്ക് മാനമര്യാദയ്ക്ക് അത് നേരെ കൊണ്ടുപോകാനും അറിയാം. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇവരുടെ കയ്യിലായപ്പോൾ എന്തായി? കേരളം കൊലക്കള്ളമല്ലായിരുന്നു, ശബരിമല പ്രക്ഷോഭം അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ ഇത് മൊത്തത്തിൽ ഇവരുടെ കയ്യിലായപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കുള്ള പിൻവാതിൽ നിയമനങ്ങൾ, ജേർണലിസ്റ്റുകളുടെ ഭാര്യയ്ക്ക് പിൻവാതിൽ നിയമനം, നമ്മുടെ പുള്ളിക്കാരി ഉണ്ടല്ലോ, നമ്മുടെ MP ആയിരുന്ന പുള്ളിക്കാരുടെ ഭാര്യ രാകേഷിൻ്റെ ഭാര്യയ്ക്ക് പിൻവാതിൽ നിയമനം, അത് കഴിഞ്ഞിട്ട് ചിന്താ ജെറോമിനെ പോലെയുള്ളവർക്ക് ഡോക്ടറേറ്റ്, അത് കഴിഞ്ഞിട്ട് VC-മാർ, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന VC-മാരെ ചട്ടം ലംഘിച്ച് മുകളിലേക്ക് കയറ്റിവിടുന്ന പരിപാടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ജനതയെ വാർത്തെടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം ഇങ്ങനെ കുത്തഴിഞ്ഞ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അപ്പൊ അതുകൊണ്ടായിരിക്കും സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞത് ഇതിന്റെ തലപ്പത്ത് മൊത്തം കിഴങ്ങന്മാരാണ്. കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ബോധ്യമില്ല. ഈ വന്നിരിക്കുന്ന ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നത് പോലും അറിയാൻ വയ്യാത്ത ആളാണ് ഇതിന്റെ അല്ല ചേട്ടാ, യൂണിവേഴ്സിറ്റിയിൽ മാത്രമല്ല കേട്ടോ, കേരള യൂണിവേഴ്സിറ്റിയിലെ സ്ഥിതി മോശമൊന്നുമില്ല. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു എൻക്വയറിക്ക് പോയാൽ തന്നെ ഉണ്ടല്ലോ, നമ്മളെന്തോ അവരെ ഇന്ന് 10,000 രൂപ കടം വാങ്ങിച്ചിട്ട് തിരിച്ചു ചോദിക്കാൻ പോകുന്നത് പോലെയാ അവർ ബിഹേവ് ചെയ്യുന്ന പോലും. അപ്പോൾ ബിഹേവിയർ ഇതിനെ വളരെ മോശമാണ് ഇവരുടെയൊക്കെ. അപ്പോൾ അവിടെ നിന്നേ തുടങ്ങേണ്ട ഒരു സാധനമാണ്. അല്ലാതെ
വേറെ അല്ല, അത് അത്തരത്തിൽ മാറ്റുകയും അത് ഈ അറിയാത്ത കിഴങ്ങന്മാരെ എല്ലാം പിടിച്ച് മാറ്റി കൊള്ളാവുന്ന ആളുകളെ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് അതിനെ ചെയ്യാൻ പറ്റുന്നത്. രാഷ്ട്രീയ അതിപ്രസരം അതിപ്പോൾ ഏത് പാർട്ടിയുടെ ആയാലും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യത്തെ അജണ്ട അല്ലെങ്കിൽ ആദ്യം അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് തന്നെ ആയിരിക്കും. അത് താഴെ മാത്രമേ വരുന്നുള്ളൂ വിദ്യാർത്ഥികളുടെ ഭാവി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ എന്താ ചെയ്യുന്നത്? യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നവന് നേരെ ചൊവ്വേ ഇംഗ്ലീഷ് എഴുതാനോ വായിക്കാനോ അറിയാമോ? മലയാളം പോട്ടെ, ഇംഗ്ലീഷ് പോയിട്ട് മലയാളം എഴുതാൻ അറിയാമോ? അറിയത്തില്ല. ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ അറിയാമോ? അങ്ങനെയുള്ള എത്രയോ കുട്ടികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് പണ്ടൊരു ആളുകൾ ഇങ്ങനെ പറയുമെങ്കിലും ഒക്കെ സത്യമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താണെന്ന് അറിയാത്ത, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരിക്കൽ ചെന്നിട്ട് ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അപ്പം നമ്മുടെ സുഹൃത്താണ്. ഞാനും എൻ്റെ വേറെ സുഹൃത്തും ഉണ്ട്. അപ്പം ഞങ്ങൾ ചെന്ന് ചോദിക്കുകയാണ്, എടാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അണ്ണാ പോകണമെന്ന്. എടാ പറയടാ എന്ന്. അവൻ്റെ പേര് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ വായിന്ന് അറിയാതെ വീണു. അവൻ ഈ വീഡിയോ എങ്ങാനും കണ്ടു. അപ്പോൾ എന്നാ സ്വാതന്ത്ര്യം കിട്ടുക? അണ്ണാ നമ്മൾ തമ്മിലുള്ള കൂട്ട് ഇന്നത്തോടെ ഇല്ലാതാകും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അവനറിയത്തില്ല. ഓ ശരി. പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ സർവകലാശാലകളുടെ തലപ്പത്തുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അത് കൃത്യമായി പഠിക്കുകയും അറിയുകയും ചെയ്യാവുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് സന്തോഷ് ജോർജ് കുളങ്ങര കൃത്യമായി ഈ മുൻ വി സിയെ കൂടെ ഇരുത്തിയിട്ട്, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കാലത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് നമുക്കറിയത്തില്ല. എന്തായാലും അദ്ദേഹത്തെയും കൂടെ ഇരുത്തിയിട്ട് ഈ തലപ്പത്തിരിക്കുന്ന കടന്ന കൈ പോയില്ല, അദ്ദേഹത്തെ കൂടെ ഇരുത്തിയിട്ട് വിമർശിക്കുന്നത് കടന്ന കൈയായി പോയി. കാരണം അല്ല, അത് അങ്ങനെ വിമർശിക്കുമ്പോഴാണ് അതിന് വാർത്താ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് തലയ്ക്കും വിലങ്ങും ഒന്നും നോക്കാനില്ല. പുള്ളി കറക്റ്റ് നല്ലൊരു കണ്ണിങ് ആയിട്ടുള്ള മനുഷ്യനാണ്. പുള്ളിയെ കൂടെ ഇരുത്തി വിമർശിച്ചാൽ മാത്രമേ ഇതിന് റീച്ച് കിട്ടുകയുള്ളൂ. അതെ 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 വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം കൂടി ഇരിക്കുന്ന വേദിയിൽ പറയുമ്പോഴാണല്ലോ അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫോളോ ചെയ്യുന്ന ആളുകൾ മുഴുവൻ യൂത്താണ്. യൂത്തിൻ്റെ ഒരു മാർഗദർശിയാണ്. അതായത് ലോകത്തെ എങ്ങനെ കാണണം എന്ന് മലയാളികളെ പഠിപ്പിച്ച, ലോകമെമ്പാടുമുള്ള യുവതി യുവാക്കളെ പഠിപ്പിക്കുക ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര.